السلام عليكم ورحمة الله. نحن درسنا من قبل أن انقروا للفلاح هذا مسرحية. നമ്മൾ ഉൻഖുറൂലിൽ ഫലാഹ് എന്ന പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആദ്യത്തെ 2 രംഗങ്ങളാണ് പഠിച്ചത് അല്ലേ. അലാ നഹ്നു നതഅല്ലമു അൽ-ലൗഹത്തു സാലിസ, മൂന്നാമത്തെ രംഗമാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. മൂന്നാമത്തെ രംഗം തുടങ്ങുമ്പോൾ സ്റ്റേജിൽ കാണുന്നത് എന്താണ്? മാതാ നറ ഫിൽ മസ്രഹി അലൽ മസ്രഹി ഹുജ്റത്തുൽ ജുലൂസ്. മസ്രഹി സ്റ്റേജ് നാം കാണുന്നത് ഹുജ്റത്തുൽ ജുലൂസ് ആണ്, സ്വീകരണ റൂമാണ്. നേരത്തെ നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ. യംഷി ഖാലിഫു ഹാദ് ഹുനാവ ഹുനാക്ക മുൽത്തരിബൻ വഅല വജ്ഹി ആസാറുൽ ഗളബി വൽ അസഫി വൽ ഉമ്മ തഖിഫു അമാമ ബാബിൽ ഖുർഫ. യംഷി നടക്കുകയാണ്, നടക്കുന്നു. ഖാലു ഫുആദ്, ഫുആദിൻ്റെ അമ്മാവൻ നടക്കുന്നു. ഹുനാവ ഹുനാക്ക, അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. മുൽത്തരിബൻ, അസ്വസ്ഥനായിക്കൊണ്ട് നടക്കുകയാണ്. ആരാ നടക്കുന്നത്? ഫുആദിൻ്റെ അമ്മാവൻ നടക്കുകയാണ്. വഅല വജ്ഹിഹി, വജ്ഹ് മുഖാണ് അല്ലേ. അലാ വജ്ഹിഹി, അയാളുടെ മുഖത്ത് ആസാർ, അടയാളമുണ്ട്. അൽ ഗളബ്, ദേഷ്യത്തിൻ്റെ അടയാളമുണ്ട്. വൽ അസഫി, ദുഃഖത്തിൻ്റെ അടയാളമുണ്ട് അല്ലേ. ദേഷ്യം പിടിച്ച ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ദേഷ്യം പിടിച്ചവ മുഖത്തിൻ്റെ അടയാളം കാണാനുണ്ട്, അതുപോലെ ദുഃഖവും കാണാനുണ്ട്. വൽ ഉമ്മ തഖൈഫു, നിൽക്കുന്നുണ്ട്. അമാമ ബാബിൽ ഉർഫത്തി, ഉർഫത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താ അർത്ഥം? ഉർഫത്ത് റൂമാണ് അല്ലേ. ബാബിൽ ഉർഫത്ത് എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിലായിട്ട്, മുന്നിലായിട്ട്. ഇപ്പോൾ വാതിലിൻ്റെ മുന്നിൽ ഉമ്മ നിൽക്കുന്നുണ്ട്. ഖാല് ആദ്യം പറയുകയാണ്, അമ്മാവനാണ് പറയുന്നത്. ഐന ഫുആദ്, ഫുആദ് എവിടെ? ശബക്ക, നെറ്റ്. ദർദശ, ചാറ്റിങ്. സൂറത്ത, ചിത്രങ്ങൾ. അസ്തിക്കാൽ, കൂട്ടുകാർ. ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അമ്മാവൻ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഹായിറത്തൻ, ആകെ ബേജാറായിട്ട് ഉമ്മ ചോദിക്കുകയാണ്, മാബിഹി യാഹി, മാബിഹി, എന്താണ് അവനിക്ക്? യാഹി, എൻ്റെ സഹോദരൻ, എന്താണ് അവനിക്ക്? എന്താ പറ്റിയത്? വലം യസ്വിൽ, വസ്വല യസ്വിലു എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് അർത്ഥം. ലം യസ്വിൽ, എത്തിയിട്ടില്ല. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഹത്തൽ ആൻ, ഇതുവരെയായിട്ടും അവൻ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഉമ്മ പറഞ്ഞു. കുൽ, നീ പറയൂ. ബി സ്വറാഹത്തിൻ, വ്യക്തമായിട്ട് പറയൂ. ഹൽ വക്ക, അവൻ പതിച്ചോ, അവൻ പെട്ടുപോയോ? ഫുആദ് പെട്ടുപോയോ? എവിടാ? ഫിത്തിനത്തിമ്മ, എന്തെങ്കിലും കുഴപ്പത്തിൽ അവൻ പെട്ടുപോയോ? എന്തെങ്കിലും കുഴപ്പത്തിൽ അവൻ പതിച്ചുപോയോ എന്ന് ഉമ്മ ചോദിച്ചു. അപ്പോൾ ഖാലി, അമ്മാവൻ, മുവാസിയൻ അൽ ഉഖ്ത, സഹോദരിയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഹാത്തഫനി, എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. ഹാത്തഫ് അല്ല, ഫോൺ വിളിക്കുക. ഹാത്തഫനി, എന്നെ വിളിച്ചിട്ടുണ്ട്. ഷുർത്തിയുൻ, ഒരു പോലീസുകാരൻ. ലൈലത്ത, രാത്രി. അംസി, ഇന്നലെ. അപ്പോൾ ഇന്നലെ രാത്രി എന്നെ ഒരു പോലീസുകാരൻ ഫോൺ വിളിച്ചു. ഹുവ, അവൻ. ആര്? ആ പോലീസുകാരൻ. സ്വദീഖി, എൻ്റെ കൂട്ടുകാരനാണ്. യഅ്മലു, അവൻ ജോലി ചെയ്യുന്നത് ഫി ഖിസ്മി ജറാഇമി സൈബർ, സൈബർ സെല്ലിലാണ് അവൻ ജോലി ചെയ്യുന്നത്. സൈബർ സെല്ല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് സൈബർ സെല്ല് എന്ന് പറഞ്ഞാൽ. പോലീസ് വകുപ്പിലെ തന്നെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും അത് അന്വേഷിച്ച് കണ്ടെത്താനും ഒക്കെയുള്ള ഒരു സെല്ലാണ് സൈബർ സെല്ല്. ഈ സൈബർ സെല്ല് എവിടെ? ബി മഹ്ഫറി ഷുർത്ത, പോലീസ് സ്റ്റേഷൻ. മഹ്ഫർ സ്റ്റേഷനാണ്, ഷുർത്ത പോലീസാണ്. പോലീസ് സ്റ്റേഷനിലെ സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ ഉമ്മ ബാക്കിയത്തന്, കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുകയാണ്, യാ ഉഖയ്യ, ഏ സഹോദര, മാതാ ഫഅല ഫുആദ്. ഫഅല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രവർത്തിച്ചു, ചെയ്തു അല്ലേ. എന്താണ് ഫുആദ് ചെയ്തത്?
വമാ ദംബുഹു എന്താണ് അവൻ്റെ കുറ്റം, ദംബുൻ കുറ്റാണ്, ദംബുഹു അവൻ്റെ കുറ്റം, എന്താണ് അവൻ്റെ കുറ്റം. അഖ്ബിർനി എന്നെ അറിയിക്കൂ, ബി കുല്ലി മുഴുവനായിട്ടും, മാ ഹദസ സംഭവിച്ച മുഴുവനായിട്ടും എന്നെ അറിയിക്കൂ, അറിയിക്കില്ലേ ഒരു ചോദിച്ചെന്നാണ് അല്ല. അപ്പോൾ ഹാല് അമ്മാവൻ പറഞ്ഞു, മുൻദു അയ്യാമിൻ, മുൻദു അയ്യാമിൻ കുറച്ച് ദിവസങ്ങളായിട്ട്, യൗമുൻ ദിവസം, അയ്യാം ദിവസങ്ങളാണ്. ഫുആദ് എന്ത് ചെയ്യുകയാണ്, യുദർ ദിശു ചാറ്റ് ചെയ്യുകയാണ്, മഅ കൂടെ, അസ്തികായി സൂഇ മോശമായ കൂട്ടുകാരുടെ കൂടെ ചാറ്റ് ചെയ്യുകയാണ്. വയക്കോമു ബി അവൻ ചെയ്യുകയാണ്, തഹ്മീൽ ഡൗൺലോഡ് ചെയ്യുകയാണ്, ഇവിടെ അപ്ലോഡാണ്, അപ്ലോഡ് എന്നും പറയാം. വയക്കോമു ബി തഹ്മീൽ സുവറി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്, ഇലൈഹിം അവരിലേക്ക്, അബ്റ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് മുഖാന്തിരം, ഫേസ്ബുക്കിലൂടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. വലാ ശക്ക സംശയമില്ല, ഹാദിഹി ദർദശ ഈ ചാറ്റിങ്, തുഅദ്ദി നയിക്കും, ഇലാ ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ മോശമായ സ്വഭാവത്തിലേക്ക് ഈ ചാറ്റിങ് അവനെ നയിക്കുമെന്ന് അമ്മാവൻ പറഞ്ഞു. അൽ ഉമ്മ അപ്പോൾ ഉമ്മ പറഞ്ഞു, നഅം അതെ, ഹാദ ഇത്, മാസാദ വർദ്ധിക്കുകയാണ്, കലക്കി എൻ്റെ അസ്വസ്ഥത, അലൈഹി അവനിൽ ഉള്ള എൻ്റെ അസ്വസ്ഥത ഇത് വർദ്ധിക്കുകയാണ്. കം മിൻ വുഊദിൻ എത്ര കരാറുകളാണ്, കം എന്ന് പറഞ്ഞാൽ എത്രയാണ്, മിൻ വുഊദിൻ എത്ര കരാറാണ്, ഇത്തഹതുഹ അവൻ നൽകിയത്, മിൻ ഫുആദ് ഫുആദിൽ നിന്നും എത്ര വാഗ്ദാനങ്ങളാണ് ലഭിച്ചത്, എത്ര ലഭിച്ചിട്ടുണ്ട് വാഗ്ദാനങ്ങൾ അല്ല. ഇങ്ങനെ ഉമ്മ അമ്മാവനോട് പറഞ്ഞു. പിന്നീട് സ്റ്റേജിൽ കാണുന്നത് എന്താണ്, യദ്ഖുലു ഫുആദ് ഫുആദ് വരികയാണ്, പ്രവേശിക്കുകയാണ്, അൽ മൻസില വീട്ടിലേക്ക്, ഫി സിയ്യിൻ മദ്രസിയ്യിൻ സ്കൂൾ യൂണിഫോമിൽ, സിയ്യുൻ മദ്രസിയ സ്കൂൾ യൂണിഫോം. വയല്ലുറു അവൻ നോക്കുകയാണ്, ഇലാ വജ്ഹിൽ ഉമ്മി ഉമ്മയുടെ മുഖത്തേക്ക് അല്ലെ, വജ്ഹ് മുഖാണ്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്, മറത്തൻ ഒരു തവണ, വ ഇലാ വജ്ഹിൽ ഖാലി അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്, മറത്തൻ മറ്റൊരു തവണ. ഇങ്ങനെ ഇവൻ മാറി മാറി നോക്കുകയാണ് സ്കൂൾ വിട്ട് വന്ന ഉടനെ. വ ഉഖ്തുഹു സൽമ അവൻ്റെ സഹോദരിയായ സൽമ, തക്കിഫു നിൽക്കുന്നുണ്ട്, ബി ജിവാരിൽ ഉമ്മി ഉമ്മയുടെ അടുത്തായിട്ട്, ഹസീനത്തൻ ദുഃഖിതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വയറ അൽ കമ്പ്യൂട്ടർ കാണുന്നുണ്ട്, കത് ഫുസില അനിശബക്ക ഫുസില ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്, അനിശബക്ക നെറ്റിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് കണക്ഷനൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടറും അവിടെ കാണാനുണ്ട്. സൽമ പറയുകയാണ്, മുഷീറത്തന് ചൂണ്ടിക്കാട്ടിയിട്ട്, ഇലൽ ഖാരിജി പുറത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് സൽമ പറഞ്ഞു, ഇതാ ഫുആദ് യഹ്ലുറു ഇതാ ഫുആദ് വരുന്ന എന്ന് പറഞ്ഞു. ഫുആദ് മാ ബിക യാ ഉമ്മ എന്തു പറ്റി, മല്ലദി ജാഅ ബിക വന്നു അല്ലെ, എന്തുമായിട്ടാണ് വന്നത്, അല്ല അൽ ആൻ ഇപ്പോൾ, യാ ഖാൽ ഏ അമ്മാവ എന്തുമായിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നത്, എന്ത് വാർത്തയുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നത്, മാതാ ഹദസ എന്താ സംഭവിച്ചത്, അറാക്ക നിങ്ങളെ ഞാൻ കാണുന്നു, സഅലാലൻ ദേഷ്യം പിടിച്ച ഒരാളായിട്ട്, കോപാകുലനായ ഒരാളായിട്ട് നിങ്ങളെ കാണുന്നു, എന്ത് പറ്റി. ഖാല് അപ്പോൾ അമ്മാവൻ വാദിബൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ദർദശ ചാറ്റിങ്, സൂറത്തുൻ ചിത്രം, റസായിൽ മെസ്സേജുകൾ, ഇലാ മൻ ആരിലേക്കാണ്, അർസൽ തഹ നീ അയച്ചത്, അർസല അയച്ചു അല്ലെ, അർസൽ തഹ ഇതൊക്കെ നീ ആരിലേക്കാണ് അയച്ചത്, അബ്റ ഫേസ്ബുക്ക് വഴി നീ ഇതൊക്കെ ആരിലേക്കാണ് അയച്ചത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, വാലിബത്തൻ ദേഷ്യം പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, യാ ഫുആദെ ഫീമ എന്തിനാണ്, ഇസ്തഖ്ദംത നീ ഉപയോഗിച്ചത്,
അൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് നീ എന്തിനാണ് ഉപയോഗിച്ചത്? ഇസ്തഖ്ദമ ഉപയോഗിച്ചു, ഇസ്തഖ്ദംത നീ ഉപയോഗിച്ചു അല്ലെ. ഇന്റർനെറ്റ് എന്തിനാണ് നീ ഉപയോഗിച്ചത്? മാതാ കാനൽ അഹ്ദു എന്താണ് കരാർ എന്തായിരുന്നു? ബൈനന നമ്മുടെ ഇടയിലുള്ള കരാർ എന്തായിരുന്നു? അനസീത നീ മറന്നുപോയോ? ദാലിക ഇത് നീ മറന്നുപോയോ? ഈ കരാറൊക്കെ നീ മറന്നുപോയോ? അല്ല, നേരത്തെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ മാത്രമേ കാണൂ, പാഠഭാഗങ്ങൾ പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ മാത്രമേ കാണൂ എന്നൊക്കെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഈ കരാർ നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഫുവാദ് ബാക്കിയൻ കരണ്ട് കൊണ്ട് ഫുവാദ് പറഞ്ഞു. മാ സംബി, സമ്പുൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കുറ്റാണ് അല്ലെ. മാ സംബി എന്താണ് എൻ്റെ കുറ്റം? യാ ഉമ്മി ഉമ്മ എന്താണ് എൻ്റെ കുറ്റം? മാ സംബി കരണ്ട് കൊണ്ട് വീണ്ടും പറയുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇവിടെ വന്നത് അല്ലെ. മാ സംബി എന്താണ് അന ഞാൻ എന്താണ് എൻ്റെ കുറ്റം എന്താണ്? ഇല്ല അന ഞാൻ അർസൽത്തു അയച്ചു, ഇല്ലാന എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചിട്ടല്ലാതെ, അർസൽത്തു അല്ലെ അയച്ചു, അൽ ബരീദ മയിൽ ഇമെയിൽ അല്ലെ, മയിലുകൾ അയച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വസുവറ ചിത്രങ്ങളും, ഇല അസ്തിക്കായി എൻ്റെ കൂട്ടുകാരിലേക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു, അതുപോലെ തന്നെ ഇമെയിലുകൾ അയച്ചു, ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഹാല് അമ്മാവൻ പറഞ്ഞു, യാ ഫുആദ് ഏ ഫുആദേ ലം തുഫക്കിർ നീ ചിന്തിച്ചിട്ടില്ല, ലം ഇല്ല, തുഫക്കിർ നീ ചിന്തിച്ചിട്ടില്ല, ആഖിബത്ത അനന്തരഫലങ്ങളെ കുറിച്ചിട്ട്, ഫിഇലിക നിന്റെ പ്രവർത്തനത്തിന്റെ അല്ലെ, ഫിഇലിക കത്ത് തീരെ നിന്റെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെ കുറിച്ചിട്ട് നീ ചിന്തിച്ചിട്ടില്ല എന്ന് ഹാല് പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു വർക്ക് ചെയ്യാനുണ്ട്, ഇന്ന് അത് നമുക്ക് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ് നമുക്കെടുക്കാം. ഇവിടെ ഒരു ചോദ്യം, ത്വറഹ ഫുആദ് അലാ നഫ്സിഹി അസ്ഇലത്തൻ ചോദ്യങ്ങൾ, അവൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. വനുഇദ്ദു മുദക്കിറത്തൻ അലാ ലോഹിഹ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു മുദക്കിറ തയ്യാറാക്കാം. ഈ ചോദ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു മുദക്കിറ തയ്യാറാക്കണം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, മാതാ വഅത്തു ഞാൻ എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉമ്മി എൻ്റെ ഉമ്മാക്ക് എന്ത് വാഗ്ദാനമാണ് ഞാൻ കൊടുത്തത്? ഇന്ദ ഷിറാഇൽ ഹാസൂബ് വൽ ഇന്റർനെറ്റ് കമ്പ്യൂട്ടറും അതുപോലെ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, കമ്പ്യൂട്ടർ വാങ്ങുമ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴുമൊക്കെ ആ സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? അതാണ് ഇവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യം. രണ്ടാമത്തത്, ഫീമ ഇസ്തഖ്ദംതു അൽ ഇന്റർനെറ്റ് ഞാൻ എന്തിനാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത്? രണ്ടാമത്തെ ചോദ്യമാണത്. 3, മാതാസ അക്കൂല് ഞാൻ എന്ത് പറയും? ലി വാലിദി എൻ്റെ ഉപ്പയോട് ഞാൻ ഇനി എന്ത് പറയും? ഈ 3 ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒരു പാരഗ്രാഫാക്കി നമുക്ക് എഴുതണം, ഒരു മുദക്കിറ നമുക്ക് എഴുതണം. ഒരു മോഡൽ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളത് വായിച്ച് നിങ്ങൾ എഴുതണം. നിങ്ങളുടേതായ അഭിപ്രായത്തിൽ കുറച്ചുകൂടി കൂട്ടിച്ചേർത്ത് എഴുതണം. ഇത് എഴുതിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്നിവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.